ടെസ പാടിക്കൂ. നിൻഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലേങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളൂ എൻ കർത്താവേ ആരീ ഭൂവിൽ. നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വോക്ക് ചെയ്യുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കൽപ്പനകളുണ്ട്, അതനുസരിച്ച് മാത്രം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതിരിക്കുക. രണ്ടു വഞ്ചിയിലുള്ള യാത്ര സ്പിരിച്വാലിറ്റിക്ക് ഒട്ടും ഹെൽപ്ഫുൾ അല്ല. ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഒന്നും മാനിക്കാത്ത മനുഷ്യനാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ആവശ്യ സമയത്ത് വരുമ്പം ആ സമയത്ത് ദൈവവും എന്നെ സഹായിക്കണമെന്ന് ആ നീതി പ്രകാരം എനിക്ക് ആഗ്രഹിക്കാൻ പറ്റത്തില്ല, അല്ലേ? അപ്പം ഞാൻ ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് അവരുടെ അനുഭവം പങ്കുവെച്ചു. അപ്പം ആൾ ജോലി ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും കൈക്കൂലിയുണ്ട്. അപ്പം അവർ കൈക്കൂലി വാങ്ങിക്കത്തില്ല എന്നൊരു ദൃഢനിശ്ചയം എടുത്തു. പക്ഷേ ആ ഒരു സ്ഥലത്ത് ഒരാൾ മാത്രം കൈക്കൂലി വാങ്ങിക്കാതെ നിൽക്കുമ്പം ഒത്തിരി ബുദ്ധിമുട്ടുകളാണ്. പക്ഷേ എനിക്കെതിരെ എന്തെങ്കിലും ഒരു കള്ളത്തരം ആരെങ്കിലും പറഞ്ഞാൽ ദൈവം അവിടെ ആരെയെങ്കിലും ഒരുക്കി വെച്ചിരിക്കും എന്നെ സഹായിക്കാൻ. ഹായ് എവ്രി വൺ. സോ ഇന്നൊരു മലയാളം വീഡിയോ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ധ്യാനങ്ങളിലൊക്കെ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വോക്ക് ചെയ്യുക. അതായത് നമ്മളത് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു പാതയുണ്ട്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് കമാൻഡ്മെൻറ്റ്സ് ഉണ്ട്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കൽപ്പനകളുണ്ട്, അതനുസരിച്ച് മാത്രം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. ആ ഒരു ഫ്രെയിം വർക്കിൽ ജീവിക്കാൻ ശ്രമിക്കുക. അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതിരിക്കുക. അങ്ങനെ നമ്മൾ ആ പാതയിൽ, കർത്താവിൻ്റെ പാതയിൽ ചരിക്കുമ്പോഴാണ് നമ്മൾ പടിപടിയായിട്ട് സ്പിരിച്വാലിറ്റിയിൽ വളരുന്നത്. നമ്മൾ പണ്ടൊക്കെ പഴമക്കാരൊക്കെ പറയത്തില്ലേ, രണ്ട് വഞ്ചിയിൽ കാല് വെക്കരുതെന്ന്. അത് സ്പിരിച്വാലിറ്റിയിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് ഇവിടുത്തെ എല്ലാം വേണം, അവിടുത്തെ എല്ലാം വേണം. അതായത് രണ്ട് വഞ്ചി കാല് വെക്കുമ്പോഴെങ്ങനെയാണ്, നമ്മൾ രണ്ടിടത്തെയും വേണം, ലോകത്തിൻ്റേതും വേണം, ദൈവത്തിൻ്റേതും വേണം, അല്ലേ? അപ്പോൾ ആ ഒരു രണ്ട് വഞ്ചിയിലുള്ള യാത്ര സ്പിരിച്വാലിറ്റിക്ക് ഒട്ടും ഹെൽപ്ഫുൾ അല്ല. അപ്പോൾ ദൈവം നമ്മളോടൊരു കമാൻഡ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പരിപൂർണമായിട്ട് പാലിക്കുക. നമ്മളൊരു ദൃഢനിശ്ചയം എടുക്കുക, അതിൽ നിന്ന് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയല്ല എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ദൈവത്തെ പ്രയോറിറ്റി ആക്കുമ്പോഴാണ് ദൈവവും നമ്മളെ അവൻ്റെ പ്രയോറിറ്റി ആക്കുന്നത്, അല്ലേ? ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഒന്നും മാനിക്കാത്ത മനുഷ്യനാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ആവശ്യ സമയത്ത് വരുമ്പം ആ സമയത്ത് ദൈവവും എന്നെ സഹായിക്കണമെന്ന് ആ നീതി പ്രകാരം എനിക്ക് ആഗ്രഹിക്കാൻ പറ്റത്തില്ല, അല്ലേ? അപ്പം ദൈവത്തെ നമ്മളെപ്പോഴും മാനിക്കുക, അവൻ്റെ കമാൻഡ്മെൻറ്റ്സിനെ, കൽപ്പനകളെ മാനിക്കുക, അവൻ പറഞ്ഞിരിക്കുന്ന പാതയിലൂടെ, ആ ഒരു സ്ട്രെയിറ്റ് പാത്തിലൂടെ നടക്കുക. ചിലപ്പോഴൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാം, പക്ഷേ എപ്പോഴും അതിൽ നിന്നൊരു വലിയ ബ്ലെസ്സിങ് നമുക്ക് വരും. അപ്പം ഞാൻ ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് അവരുടെ അനുഭവം പങ്കുവെച്ചു. അപ്പം അതിൽ നിന്ന് എനിക്ക് ശരിക്കും ഞാൻ ഓർത്തു, ആ ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ ജീവിക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം എന്തുമാത്രമാണ്. എനിക്ക് വളരെ അടുത്ത ഒരു സുഹൃത്താണ്. അപ്പം ആൾ ജോലി ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും കൈക്കൂലിയുണ്ട്. അപ്പം മേള് തൊട്ട് താഴം വരെയും ഒരു മഹാഭൂരിപക്ഷം ആൾക്കാരും കൈക്കൂലി വാങ്ങിക്കുന്നവരാണ്. അത് അവരുടെ ഇങ്ങനെ മേളിൽ നിന്ന് വാങ്ങിച്ചിങ്ങനെ ഡിവൈഡ് ചെയ്ത് താഴെ വരെ വരും. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഈ ഇടയിൽ നിൽക്കുന്ന ആളാണ്. അപ്പം അവർ കൈക്കൂലി വാങ്ങിക്കത്തില്ല എന്നൊരു ദൃഢനിശ്ചയം എടുത്തു. കൈക്കൂലി വാങ്ങിക്കുന്നത് അത് ശരിയായ കാര്യമല്ല, അത് ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് പുള്ളിക്കാരത്തേക്ക് ഉറച്ച ഒരു ബോധ്യമുള്ളതുകൊണ്ട് കൈക്കൂലി വാങ്ങിക്കത്തില്ല എന്ന് ഉറച്ച ഒരു തീരുമാനം എടുത്തു. പക്ഷേ ആ ഒരു സ്ഥലത്ത് ഒരാൾ മാത്രം കൈക്കൂലി വാങ്ങിക്കാതെ നിൽക്കുമ്പം ഒത്തിരി ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ കൂടെ ഉള്ളവർക്കൊക്കെ പലർക്കും തന്നെ ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു നിലപാടെടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. പലർക്കും എന്നോട് ഉള്ളിൽ ദേഷ്യം വന്നിട്ടുണ്ട്. ചിലരൊക്കെ ഇങ്ങനെ പറയുമെന്ന്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ സന്യാസത്തിനോ വല്ലതും പോയാൽ പോരെ, എന്തിനാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതെന്നും ആൾക്കാർക്കൊരു ഇറിറ്റേഷൻ. പിന്നെ പലരും ഈ കള്ള കേസല്ല, കള്ളങ്ങൾ പറയുക, ഈ ഒരു സ്ഥലത്തു നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെ ഈ വ്യക്തി ഇരിക്കുന്നതുകൊണ്ടാണല്ലോ കൈക്കൂലി വാങ്ങിക്കാൻ പറ്റാത്തത്.
അപ്പം നുണകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ശരിക്കും മന്ത്രിയുടെ തലത്തിൽ വരെ നുണ പറഞ്ഞിട്ട് ട്രാൻസ്ഫർ കൊടുക്കുക. പെട്ടെന്ന് ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ ഒത്തിരി ദൂരെ ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആണെന്ന് അറിയുക. ഒത്തിരിയേറെ മാനസികമായ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് എന്നോട് പറയുക. പക്ഷേ എന്നിട്ട് പുള്ളിക്കാരി ഒരു സാക്ഷ്യം പോലെ എന്നോട് പറയുക, പക്ഷേ നിധി, ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് എനിക്കും ജീവിതത്തിൽ നല്ല സമാധാനമുണ്ട്. ഇപ്പം ഇതൊക്കെ ആണെങ്കിലും കൈക്കൂലി വാങ്ങിക്കുന്നതിൽ ഒരു റിസ്ക് ഉണ്ടല്ലേ. അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ജോലി വരെ പോകാം, ഒരു അന്വേഷണം വന്നാൽ പ്രശ്നമുണ്ടല്ലേ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ യാതൊരുവിധ ടെൻഷനുമില്ല. കാരണം എൻ്റെ ഭാഗത്തു നിന്നെല്ലാം ക്ലീനാണ് അല്ലേ. നമ്മുടെ മനസാക്ഷി വളരെ ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി മനസ്സമാധാനം കിട്ടും, നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പം നമുക്ക് ശരിക്കും എന്താ വേണ്ടത്? കുറച്ച് ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, നല്ലൊരു ഉറക്കം വേണം, ഒരു സമാധാനപരമായി ജീവിക്കാൻ സാധിക്കണം അല്ലേ. ഒത്തിരി പൈസ ഉണ്ടാക്കിയാലും നമുക്ക് ആ സമാധാനം കിട്ടത്തില്ല. അപ്പോൾ ഒരു നിർമ്മല മനസാക്ഷി ഉള്ളപ്പോഴാണ് നമ്മൾക്കൊരു പീസ്ഫുള്ളായിട്ടൊരു സ്ലീപ്പ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറയുക, എൻ്റെ മനസാക്ഷി ക്ലിയറാണ്, എനിക്കൊരു പേടിയില്ല, ഇന്ന് നാളെ ഒരു പ്രശ്നം വരും അല്ലേ, എന്നെ ഇങ്ങനെ ഒരു എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ പോലും ഒന്നും അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പുള്ളിക്കാരി ഒന്നും വാങ്ങിച്ചിട്ടില്ല, അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് ഭയങ്കര മനസ്സമാധാനമുണ്ട്. പക്ഷേ എനിക്കെതിരെ എന്തെങ്കിലും ഒരു കള്ളത്തരം ആരെങ്കിലും പറഞ്ഞാൽ ദൈവം അവിടെ ആരെയെങ്കിലും ഒരുക്കി വെച്ചിരിക്കും എന്നെ സഹായിക്കാൻ. വളരെ മന്ത്രിയുടെ അടുത്തൊക്കെ പോകുമ്പോൾ അവിടെ ഉന്നതമായ പിടിപാടുള്ള ആരെയെങ്കിലും ഈ ആൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കും. അപ്പം ഞാൻ ചോദിക്കും, കഴിഞ്ഞ ഒരു ഇൻസിഡൻറ്റ് എന്നോട് പറഞ്ഞു, ഈ കേസിൽ ഇന്ന ആളെ അവിടെ വിട്ടു, എനിക്ക് വേണ്ടി എന്നെക്കാട്ടിലും ആത്മാർത്ഥതയോടുകൂടിയാണ് പുള്ളി അതിൽ അവിടെ വർക്ക് ചെയ്തത്. അപ്പം ഞാൻ ചോദിച്ചു, പുള്ളിക്ക് എന്താണ് അതിനകത്ത് ഒരു ലാഭം, എന്തിനാണ് അങ്ങനെ നിന്നെ സഹായിച്ചത്? അതിനകത്ത് പുള്ളിക്ക് യാതൊരു ലാഭവും ഇല്ല. പുള്ളിക്ക് ഭയങ്കര ഒരു ഇമ്പ്രഷനാണെന്ന്, ഞാൻ ഇങ്ങനെ കൈക്കൂലി വാങ്ങിക്കാതെ സത്യസന്ധമായി ചെയ്തിട്ടാണല്ലോ ഇത് വന്നതെന്നോർത്തിട്ട് പുള്ളിക്കൊരു വിഷമം തോന്നിയിട്ട് പുള്ളി സഹായിച്ചതാണ് എന്ന് പറയാം. ആരും എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർ പോലും അത്രയും ഒരു പെയിൻ എടുത്ത് എന്നെ സഹായിക്കുകയല്ല. ആൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, അത്രയും എനിക്ക് വേണ്ടി പെയിൻ എടുത്ത് സഹായിച്ച് എന്നെ ആ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരി പറയാം, ഞാനിങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് എനിക്കിങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരും, കള്ളത്തരങ്ങൾ പോകും, അല്ലെങ്കിൽ ഇങ്ങനെ ഭീഷണികൾ വരും. പക്ഷേ എല്ലാ സ്ഥലത്തും കർത്താവ് ആരെയെങ്കിലും അവിടെ ഒരുക്കി വെച്ചിരിക്കും. ദൈവം ആരെയെങ്കിലും എനിക്ക് വേണ്ടി വാദിക്കാനായിട്ട് ഞാൻ പറയാതെ തന്നെ ആരെങ്കിലും എന്നെ അവിടെ സഹായിക്കാൻ ഉണ്ടായിരിക്കും. അതൊരു ബ്ലെസ്സിങ് പോലെ പുള്ളിക്കാരി എന്നോട് പറയുക. അപ്പം നമ്മൾ ശരിക്കും ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു നിലപാടെടുക്കുക. അപ്പോൾ ഈ പുള്ളിക്കാരി എടുത്ത നിലപാട് എന്താ? കൈക്കൂലി വാങ്ങിക്കത്തില്ല. എന്തെല്ലാം ആ ഒരു കൈക്കൂലി അത്രയും ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആ ഒരു നിലപാടിന് വേണ്ടി നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ പുള്ളിക്കാരി പറഞ്ഞ് ഞാനത് മാറത്തില്ല, കാരണം അത് ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ പുള്ളിക്കാരി പറയാം, എനിക്ക് കൈക്കൂലി വാങ്ങിക്കുവാണെങ്കിൽ ഒത്തിരിയധികം പൈസ ഉണ്ടാക്കാം, വലിയ വീടും അതുപോലെ എല്ലാ സൗകര്യങ്ങളും എനിക്ക് വേണമെങ്കിൽ അത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൊസിഷനിലാണ് ആളിരിക്കുന്നത്. പക്ഷേ നിധി, എനിക്ക് ആവശ്യമുള്ളപ്പം എത്ര പൈസ വേണോ അതെൻ്റെ ദൈവം അറേഞ്ച് ചെയ്ത് തരും. ഞാൻ ഇത്രയും പൈസ എനിക്ക് വേണമല്ലോ എന്ന് പറയുമ്പോൾ എവിടെന്നെങ്കിലും ആ പൈസ വരും. ഒന്നുകിൽ അതൊരു പ്രൊമോഷൻ്റെ രൂപത്തിൽ വരും, അല്ലെങ്കിൽ ഒരു സാലറി ഹൈക്കിൻ്റെ രൂപത്തിൽ വരും, ഒന്നും അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ വില കൂടിയാണെങ്കിലും എന്തെങ്കിലും ഒരു രീതിയിൽ എനിക്ക് വേണ്ട പൈസകളെല്ലാം ദൈവം എനിക്ക് അറേഞ്ച് ചെയ്ത് തരും. എനിക്കങ്ങനെ വാങ്ങിക്കാതെ തന്നെ നല്ല വീടും നല്ല കാറും എല്ലാം വാങ്ങിക്കാനുള്ള എല്ലാ സഹായവും ദൈവം എനിക്ക് ചെയ്തു തരുമെന്ന്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഈ അനീതിയായിട്ടുള്ള മാർഗത്തിലൂടെ ധനം സമ്പാദിക്കുമ്പോൾ ഒരിക്കലും അത് നിലനിൽക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ അവർക്ക് ഒത്തിരി പൈസയായി, അവർ ഭയങ്കര ബ്ലെസ്സിങ് ആയി, അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, ആരെ വേണമെങ്കിലും എടുത്തോ, അത് അനീതിയായിട്ട് സമ്പാദിച്ചാണെങ്കിൽ അത് ജനറേഷൻസിലേക്ക് പാസ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം നമ്മുടെ തലമുറകളിലേക്ക് ഒഴുകത്തില്ല, അതിനൊരു തടസ്സമായിട്ട് നിൽക്കും. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ കൈക്കൂലി വാങ്ങിക്കാത്ത ആൾക്കാരുടെ തലമുറകൾ ഭയങ്കരമായിട്ട് ബ്ലെസ് ചെയ്യുന്നത്, അവരുടെ മക്കൾക്കൊക്കെ ദൈവം ഭയങ്കരമായിട്ടൊരു പ്രോസ്പെരിറ്റി കൊടുക്കുന്ന പോലെയൊക്കെ 1-2 എക്സാമ്പിൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈയിടെ ഒരു വ്യക്തിയോട് എൻ്റെ ഹസ്ബൻഡ് സംസാരിക്കുമായിരുന്നു. അപ്പോൾ പുള്ളി പറയാം, ശരിക്കും ആ ഒരു ആക്സിഡൻറ്റ് നടന്ന് പുള്ളി മരിക്കേണ്ടതാണ്, പക്ഷേ എൻ്റെ അപ്പൻ ചെയ്ത ഒരു നന്മ കൊണ്ടായിരിക്കാം ദൈവം എനിക്ക് എൻ്റെ ജീവനെ തിരിച്ചു തന്നത്. കാരണം അപ്പൻ ഒരു ഡോക്ടറായിരുന്നു, വേണമെങ്കിൽ ഒത്തിരി പൈസ വാങ്ങിക്കാമായിരുന്നു, പക്ഷേ പുള്ളി ഒരു പൈസയും വാങ്ങിച്ചില്ല, എല്ലാം ഒത്തിരി പേർക്ക് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യുകയും
ഒരു ഒരു കൈക്കൂലിയോ അങ്ങനത്തെ ഒരു പൈസയോ ഒന്നും ഉണ്ടാക്കാതെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തുച്ഛമായ ഒരു സമ്പാദ്യം മാത്രമേ അപ്പൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഒരു ഡോക്ടറായിട്ട് പോലും. പക്ഷെ ആ സത്യസന്ധമായ മാർഗത്തിലൂടെ നടന്ന് ആളുകളെയൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പൻ ചെയ്ത ആ നന്മ കൊണ്ടായിരിക്കാം ആക്സിഡൻറ്റിൽ രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയില്ലായിരിക്കെ എല്ലാ കാര്യങ്ങളും ഫേവറബിളായിട്ട് വന്നു. ആ ഗ്രൂപ്പിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, ആംബുലൻസ് ഒരു നെക്സ്റ്റ് സിഗ്നലിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും എത്രയോ മിനിറ്റുകൾക്കകം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റി. ആ കറക്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒത്തു വന്നതുകൊണ്ട് മാത്രം അദ്ദേഹം ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇത്ര മേജർ ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളി പറയുക, എന്തോ ഒരു നന്മ എവിടെയോ ആരോ ചെയ്തതുകൊണ്ട്, എൻ്റെ ഫാദർ ചെയ്തുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന്. അപ്പം നമ്മൾ ആ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ നമുക്ക് ആ ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അതായത് ആ ഒരു സ്ട്രെയിറ്റ് പാത്ത്, നമ്മളത് ഇടത്തോട്ടോ വലത്തോട്ടോ, അത് രണ്ട് നയങ്ങൾ പാടില്ല. നമ്മളൊരു നയമുണ്ട്, ഞാൻ ഒരു നയം, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റാൻഡെന്ന് നമ്മൾ പറയും അല്ലേ. ആ ഒരു സ്റ്റാൻഡിന് വേണ്ടി നമുക്ക് ജീവൻ പോകേണ്ടി വന്നാൽ പോലും സത്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളും എന്നൊരു സ്റ്റാൻഡ് എടുത്താൽ സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. അല്ലാതെ എനിക്ക് എന്തെങ്കിലും ഒരു ലാഭം വരുമ്പോൾ അങ്ങോട്ട് ചാടാനോ അല്ലെ നഷ്ടം വരുമ്പോൾ പിന്മാറാനോ ഒന്നും പോകരുത്. ഞാൻ ഒത്തിരി ആൾക്കാരുടെ ജീവിതം അനലൈസ് ചെയ്തിട്ട് ഞാൻ കണ്ടതാണ്. നമുക്ക് തലമുറകളുടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നമുക്ക് കാണാമല്ലോ, പൂർവികരുടെയും നമ്മുടെ ജനറേഷനിൽപ്പെട്ടവരുടെയും കുറേ നമുക്ക് ഒരു വിസിബിലിറ്റി ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, ആ ഒരു അനുഗ്രഹം ശരിക്കും നമുക്ക് കിട്ടും. നമുക്ക് എന്തെങ്കിലും കുറവ് വന്നാൽ പോലും ആ ഒരു ജനറേഷന് ആ ഒരു കുറവ് വരാതെ ദൈവം നോക്കും. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാമാണ് ഈ സാമ്. അപ്പോൾ എൻ്റെ ഇങ്ങനെ കൈക്കൂലി വാങ്ങിക്കുകയല്ല എന്ന് തീരുമാനമെടുത്ത എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനും ഇതുപോലെ നല്ല നല്ല തീരുമാനങ്ങളെല്ലാം എടുത്ത എല്ലാവർക്കും വേണ്ടി ഇത് സമർപ്പിക്കുന്നു. സാം 15, സങ്കീർത്തനങ്ങൾ 15. നീതിയുടെ മാനദണ്ഡം. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധ ഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ, കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ. ഇങ്ങനെയുള്ളവർ നിർഭയരായിരിക്കും. അവർ നിർഭയരായി ദൈവത്തിൽ വസിക്കും. അവർക്ക് യാതൊന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. അവരുടെ മനസാക്ഷി കളങ്കമില്ലാത്തവരാണ്. അവർ ദൈവത്തോടും അവൻ്റെ കൽപ്പനകളോടും വിശ്വസ്തരാണ്. അങ്ങനെയുള്ളവരാണ് അവൻ്റെ കൂടാരത്തിൽ വസിക്കുന്നത്. ഈ ജീവിതം കഴിഞ്ഞ് നമ്മൾ അടുത്ത ജീവിതത്തിൽ പോകുമ്പോഴും നമുക്ക് ആ സ്വർഗീയ ജെറുസലേമിൽ കർത്താവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് വസിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ജീവിതചര്യ പാലിക്കണം അല്ലേ. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധ ഗിരിയിൽ ആര് വാസമുറപ്പിക്കും അല്ലേ. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സാമാണ്. ഇത് വെച്ചൊരു ബ്യൂട്ടിഫുൾ സോങ് ഉണ്ട്. അപ്പം ഞാനത് തെരേസയെ കൊണ്ട് പാടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇന്നലെ അവളോടൊന്ന് അത് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. അവൾ ശരിക്കും ഇംഗ്ലീഷ് സോങ്ങൊക്കെ പഠിക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് പഠിക്കും. മലയാളം പഠിക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് ആ വേർഡ്സ് ഇച്ചിരി പാടാണ്. അപ്പോൾ അവൾ ഒരു തരത്തിൽ 8 ലൈൻ പഠിച്ചു. എന്നാലും അവൾ അത്ര നല്ല നല്ല ഫ്ലുവൻ്റായിട്ട് അവൾക്കത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവൾക്ക് ആ ചില വേർഡ്സ് മലയാളം അത്രയും നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ, അങ്ങനെ ആ ഒരു ലിറ്റററി ആയിട്ടുള്ളതൊക്കെ പറയാൻ ഇത്തിരി പാടുണ്ട്. എന്നാലും പാവം കുറേ സമയം ഇരുന്ന് പഠിച്ച് 8 ലൈൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തെരേസ നിങ്ങൾക്ക് വേണ്ടി ആ പാട്ട് പാടും. ഈ പാട്ട് എൻ്റെ ആ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. താങ്ക് യു. തെരേസ പാടിക്കൂ. നിൻഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലേങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളൂ എൻ കർത്താവേ ആരീ ഭൂവിൽ. നിൻഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലേങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളൂ എൻ കർത്താവേ ആരീ ഭൂവിൽ. വ്യാപാരത്തിൽ നിഷ്കന്മഷനും ന്യായം മാത്രം നോക്കുന്നവനും സത്യം തന്നെ പറയുന്നവനും
വഞ്ചനനാവിൽ തീണ്ടാത്തവനും വ്യാപാരത്തിൽ നിഷ്കർമ്മശനും ന്യായം മാത്രം നോക്കുന്നവനും സത്യം തന്നെ പറയുന്നവനും വഞ്ചനനാവിൽ തീണ്ടാത്തവനും. താങ്ക് യു തെസക്കുട്ടി.